പുതിയ AKG സെന്റർ നിലനിൽക്കുന്ന ഭൂമി വാങ്ങിയത് നിയമപ്രകാരമെന്ന സത്യവാങ്മൂലം നൽകിയിരിക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സുപ്രീം കോടതിയിലാണ് സത്യവാങ്മൂലം നൽകിയത്. വാങ്ങിയ ഭൂമിയിൽ 30 കോടി ചെലവഴിച്ച് 9 നില കെട്ടിടം നിർമ്മിച്ചു. വാങ്ങുമ്പോൾ ഭൂമി സംബന്ധിച്ച കേസുകൾ ഇല്ലായിരുന്നുവെന്നും MV ഗോവിന്ദൻ അറിയിച്ചു. വിവരങ്ങളുമായി ഡി ധനസുമോദാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. സുമോദ്, ഈ ഭൂമി വിവാദത്തിലാണ് ഇപ്പോൾ CPM സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ളത്. ഈ ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്? ദിവ്യ, ഈ ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരു വ്യക്തത വരുത്തുകയാണ് ഇപ്പോൾ CPM ചെയ്തിരിക്കുന്നത്. അതായത് 2021 ഈ പുതിയ AKG സെന്റർ പണിയാൻ വേണ്ടിയുള്ള ഭൂമി വാങ്ങിയിരിക്കുന്നത്. പക്ഷേ ഈ ഭൂമി വാങ്ങിയപ്പോൾ തന്നെ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ ഭൂമി വാങ്ങുന്ന 2021 ഒരു വിധത്തിലുള്ള തർക്കവും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. മാത്രമല്ല, ഇത് പോത്തൻ ജോസഫിന്റെ കുടുംബമായിരുന്നു നേരത്തെ ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷനിൽ നിന്ന് പണം എടുത്തിരുന്നത്. അതിനുശേഷം അവരുടെ മറ്റു വസ്തുവകകൾ ജപ്തി ചെയ്തിരുന്നു. പക്ഷേ ആ സമയത്ത് ഈ ഭൂമി ജപ്തി ചെയ്തിരുന്നില്ല. ഈ AKG സെന്റർ ഇപ്പോൾ നിലനിൽക്കുന്ന ഭൂമി ജപ്തി ചെയ്തിരുന്നില്ല. ഈ ഭൂമി പിന്നീട് ISROയിലെ ശാസ്ത്രജ്ഞയായിട്ടുള്ള ഇന്ദു അവരുടെ മുത്തച്ഛനും ചേർന്ന് ജനാർദ്ദന പിള്ളയും ചേർന്ന് വാങ്ങുകയായിരുന്നു എന്നുള്ളൊരു കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഇന്ദു സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇത് ഇന്ദു ഈ ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ആ ഹർജി തള്ളിയതിനെ തുടർന്നാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറിയെ തന്നെ എതിർകക്ഷിയാക്കിക്കൊണ്ട് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഈ തരത്തിലുള്ള കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ഈ ഭൂമി തന്റെ പേരിലായിരുന്നു എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഇന്ദുവിന്റെ ഒരു ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല. 2021 ഈ ഭൂമി വാങ്ങുകയും അവിടെ കെട്ടിടം നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായും ഇത് CPMന് അവകാശപ്പെട്ടതാണ്. മറിച്ചുള്ള പ്രചരണവുമായി എത്തുന്ന ആരോപണവുമായി എത്തുന്ന ഈ ഹർജി തള്ളിക്കളയണം എന്നുള്ള ആവശ്യത്തോടുകൂടിയാണ് ഇപ്പോൾ സത്യവാങ്മൂലം MV ഗോവിന്ദൻ സമർപ്പിച്ചിരിക്കുന്നത്.